വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൽ അലിയാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുന്നു. കണിമംഗലം ശാസ്താവിൻ്റെ പൂരം അല്പസമയത്തിനകം വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പിന്നാലെ മറ്റ് ഘടകപൂരങ്ങൾ കൂടി എത്തുന്നതോടെ നഗരം പൂരാവേശത്തിലാകും. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ഇന്ന് രാവിലെ 10:30 മണിയോടെ തുടങ്ങും. എനിക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാനും സ്റ്റുഡിയോയ്ക്ക് പുറത്ത് തൃശ്ശൂർ പൂരപ്പറമ്പിൽ എസ് വിജയകുമാറും ആഷ്മി താജ് ഇബ്രാഹിം ഉണ്ടാകും. തെക്കേ ഗോപുരനടയിൽ അശ്വിൻ പാലാഴിയും അതുപോലെ നെയ്തലക്കാവിലെ ശ്യാംകുമാറും കണിമംഗലത്ത് നിന്ന് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് സൂരജ് സജി കൂടി നമുക്ക് ചേരും. കണിമംഗലത്ത് നിന്ന് എസ് ശ്യാംകുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ ടീം എല്ലാം സജ്ജമായിരിക്കുന്നു. ആദ്യം നമ്മൾ ആഷ്മിയിലേക്കും വിജയകുമാറിലേക്കും പോകുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എല്ലാവരും പൂരം ആവേശത്തോടെ ഉൾക്കൊള്ളാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആഷ്മി, ഗുഡ് മോർണിംഗ്. ആഷ്മി, എങ്ങനെയാണ് പൂരനഗരി തൃശ്ശൂരിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്? ജനനിബിഡമായോ തൃശ്ശൂർ നഗരം? എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? SKN കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ എന്നൊരു പഴഞ്ചൊല്ലുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. SKN പൂരം അതിൻ്റെ ആവേശത്തിലേക്ക്, അതിൻ്റെ പരകോടിയിലേക്ക് കൊട്ടിക്കയറി തുടങ്ങുന്നു. ഇന്നലെ പൂരവിളംബരം മുതൽ തന്നെ എല്ലാ വഴികളും വടക്കുന്നാഥനിലേക്ക് തന്നെയാണ്. അങ്ങനെ വഴികൾ ഓരോരോ ദേശങ്ങളിൽ നിന്നും ചെറിയ അരുവികളായി വന്നത് പുഴകളായി, കുറേ പുഴകൾ ചേർന്ന ഒരു മനുഷ്യ മഹാസമുദ്രം, ലോകം കാണുന്ന ഒരു മനുഷ്യ മഹാസമുദ്രമാകാൻ പോകുന്നു SKN. അല്പസമയം മുൻപാണ് ഇവിടെ കണിമംഗലം ശാസ്താവ് പൂരത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തെക്കേ ഗോപുരനട തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചത്. തെക്കേ ഗോപുരനട തള്ളി തുറക്കാൻ കഴിയുന്ന അവകാശമുള്ള ഏക പൂരം കണിമംഗലം ശാസ്താവാണ്. ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്, സീനിയറാണ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ദൈവമാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് വടക്കുന്നാഥനെ വണങ്ങാതെ അല്പസമയത്തിനകം പോകും. അതിനുശേഷം ഒന്നിന് പിന്നാലെ ഒന്നാകെ ചെറുപൂരങ്ങളുടെ വരവാണ് SKN. ഇത് നമ്മൾ കണക്ക് നോക്കിയാൽ ഇത് 228ാമത്തെ പൂരമാണ് എന്ന് പറഞ്ഞാൽ 2 നൂറ്റാണ്ടുകളിൽ എന്ത് മാറ്റമെന്ന് ചോദിച്ചാൽ 2 നൂറ്റാണ്ടുകളിലും ഈ പൂരത്തിൻ്റെ ക്രമത്തിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ ഓരോ തവണ കാണുമ്പോഴും, ഇനി 50 തവണ കണ്ടാലും 51ാം തവണ കാണുമ്പോഴേക്കും അയ്യോ ഇതെന്ത് പുതിയ പൂരമാണല്ലോ, ഇത് എന്താണിത്, എന്തൊരു വിസ്മയമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മഹാമായാജാലം ഇതിലുണ്ടെന്ന ഒരു ഉറപ്പാണ് SKN. ഇവിടെ പൂരത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. ഇവിടെ മേളം കാണാനെത്തുന്നവർക്ക് മേളത്തിൻ്റെ അങ്ങേയറ്റം, താളം കാണാനെത്തുന്നവർക്ക് താളത്തിൻ്റെ അങ്ങേയറ്റം, നിറങ്ങളാണെങ്കിൽ കുടമാറ്റം എന്ന് പറയുന്ന നിറങ്ങളുടെ ഒരു മോഹിനിയാട്ടം വൈകിട്ട് വരാനിരിക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തിൽ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി, ഏറ്റവും മനോഹരമായ സിംഫണി നടക്കാൻ ഇലഞ്ഞിത്തറയിൽ വരുന്ന മണിക്കൂറുകളിൽ. SKN ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആൾക്കൂട്ടമുണ്ട്, പുരുഷാരമുണ്ട്, ആനകളുണ്ട്, താളമേള വർണ്ണ പ്രപഞ്ചം തീർക്കുന്ന വിസ്മയങ്ങൾ ഇവിടെയുണ്ട്. ഇലഞ്ഞിത്തറയിൽ അടക്കം മേളപ്രമാണിമാരുടെ മേളപ്പെരുക്കങ്ങൾ കാണാനിരിക്കുന്നു. SKN പൂരം അതിൻ്റെ പരമാവധിയിലേക്ക് കൊട്ടിക്കയറുകയാണ്. ഇങ്ങോട്ടേക്ക് പൂരാവേശം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പൊളിക്കത്തില്ലയോ? ഉദ്യോഗസ്ഥനാണല്ലേ? പൊളിക്കും പൂരം, പൊളിക്കും. വെയിൽ കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഇതിപ്പോൾ കണിമംഗലത്ത് തന്നെയാണ്. ഞങ്ങൾ കണിമംഗലത്തിൻ്റെ ആൾക്കാരാണ്. ഞങ്ങളാണ് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വാതിൽ തുറന്നത്. ആദ്യം ഞങ്ങളാണ് പ്രവേശിക്കുക. അപ്പോൾ കണിമംഗലം ബൃഹസ്പതി ദേവഗുരു അകത്തേക്ക് കടന്നിരിക്കുന്നു. SKN വടക്കുന്നാഥനെ വണങ്ങാതെ, എന്നാൽ വടക്കുന്നാഥനെ നേർക്കുനേർ കണ്ടാൽ രണ്ടുപേരും എഴുന്നേക്കേണ്ടി വരും എന്നുള്ളതാണ് ആ വിശ്വാസം. അതുകൊണ്ട് നേർക്കുനേർ കാണാതെ ഇപ്പോൾ ജയരാജ് വരരൊക്കെ പറയുന്നത് പോലെ ഞാൻ വന്നൂട്ടാ എന്ന് പറഞ്ഞിട്ട് വയ്യെ കണിമംഗലം ശാസ്താവങ്ങ് മടങ്ങും. ഒന്നിനു പിന്നാലെ ഒന്നാ ഘടകപൂരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. മഠത്തിൽ വരുമോ പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ പഞ്ചവാദ്യം എന്ന് പറയുന്ന ഒരു മഹാവിസ്മയം. പഞ്ചവാദ്യം എന്ന് വാദ്യം ഇത്രത്തോളം വിസ്മയമാകുമോ എന്ന് തോന്നിപ്പിക്കുന്ന മഠത്തിൽ ഒരു പഞ്ചവാദ്യം നടക്കാനിരിക്കുന്നു. ഇലഞ്ഞിത്തറ മേളം നടക്കാനിരിക്കുന്നു. അതിനുശേഷം കുടമാറ്റം നടക്കാനിരിക്കുന്നു, വെടിക്കെട്ട് നടക്കാനിരിക്കുന്നു, പകൽപ്പൂരം നടക്കാനിരിക്കുന്നു, ഉപചാരം ചൊല്ലിപ്പിരിലടക്കം അടുത്ത 36 മണിക്കൂർ എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത, ലോകം മുഴുവൻ അമ്പരന്ന് വിസ്മയിച്ച് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് ഷോ ഇൻ ദ പ്ലാനറ്റ്, ഊഴിയിലെ ഏറ്റവും മഹത്തായ ഒരു സ്വപ്നം, ഊഴിയിലെ ഏറ്റവും മഹത്തായ ഒരു ആഘോഷം എന്ന സങ്കല്പം അല്പസമയത്തിന് അടുത്ത മണിക്കൂറുകളിൽ ഇവിടെ ഇതൾ വിരിഞ്ഞാടാൻ പോകുന്നു SKN. ഓക്കെ, താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. ആഷ്മിയൊക്കെ വലിയ ആവേശത്തിലാണ്. പൂരപ്പറമ്പിൽ പോയി കുറേ കാലം നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. തോമസ് ഊട്ടി കലഞ്ഞു ചോദിക്കുന്നു, ഞാൻ പൂരത്തിന് പോകുന്നില്ല, എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ സ്റ്റുഡിയോയ്ക്കുള്ളിലെ വിർച്വൽ സ്റ്റുഡിയോ സാധ്യത ഉപയോഗിച്ചുള്ള തെക്കേ ഗോപുരനടയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് പാൻ ചെയ്ത് വേണമെങ്കിൽ കാണാം തെക്കേ ഗോപുരനട നമ്മൾ വിർച്വലി എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ ടീം മുഴുവൻ സജ്ജമാണ്. സ്റ്റുഡിയോയിൽ നിന്ന് പൂരവുമായി ഞാൻ വിർച്വൽ സാധ്യത വഴി തൃശ്ശൂരിലേക്ക് ഇറങ്ങുമ്പോൾ അവർ വിർച്വൽ അല്ലാത്ത സാധ്യത വഴി സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങും. അതുവഴി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്കും വലിയൊരു ടീം തന്നെ നമ്മൾ തൃശ്ശൂരിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഒരു രീതിയിലും ഇതിൻ്റെ ആവേശം കെട്ടുപോകാതിരിക്കാൻ എല്ലാവിധമായ മുൻകരുതലുകളും നമ്മൾ പതിവ് പോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുന്നു. കഴിഞ്ഞ വർഷവും വിജയകുമാർ പൂരം റിപ്പോർട്ട് ചെയ്ത ആളാണ്. വിജയകുമാർ,
തൃശ്ശൂരിൽ ഇറങ്ങുമ്പോൾ ഈ എന്തുട്ട് ഗഡികളെ പൂരം അല്ലാതെ എന്തുട്ടാ ഉള്ളതെന്ന് ചോദിക്കുന്ന തൃശ്ശൂർക്കാർ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, വിദേശ നാടുകളിലേക്കൊക്കെ ജോലിക്ക് പോയിട്ടുള്ള തൃശ്ശൂർ ആളുകൾ മുഴുവനും ഈ ദേശീയ ഉത്സവം ആഘോഷിക്കാൻ ഇല്ലാത്ത അവധി ഒപ്പിച്ച് തൃശ്ശൂരിൽ ഇറങ്ങും. അങ്ങനെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഈ വർഷം എന്നെ വിശ്വാസം. വിജയകുമാർ പൂരപ്പറമ്പിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്, പറയൂ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന ഐതിഹ്യമുറങ്ങുന്ന വടക്കുംനാഥന്റെ തെക്കേ ഗോപുര നടയാണ്. എസ്കേന് കാണാം ആ ദൃശ്യങ്ങളിൽ. നേരത്തെ കണിമംഗലം ശാസ്താവ് ഈ തെക്കേ ഗോപുര നടയിലൂടെയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോയത്. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിയതോടെ ഇതാ പകൽപൂരത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എസ്കേൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ തൃശ്ശൂർ ഇപ്പോൾ ഒരു കേരളത്തിന്റെ പരിച്ഛേദമാണ്. എസ്കേൻ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പൂരപ്രേമികൾ, ആനപ്രേമികൾ, കമ്പക്കാർ, കാണാനും കേൾക്കാനും അറിയാനും ഒക്കെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് തൃശ്ശൂർ നഗരം നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. കണിമംഗലം ശാസ്താവ് വന്നു. ഇനി ഘടകപൂരങ്ങൾ ഓരോന്നോരോന്നായി ഇവിടേക്ക് എത്തും. ഈ ഘടകപൂരങ്ങളാണ് എസ്കേൻ ഇവിടേക്ക് ആളുകളെ, പുരുഷാരത്തെ എത്തിക്കുന്നത്. പൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് പുരുഷാരം തന്നെയാണ്, ജനക്കൂട്ടം തന്നെയാണ്, ജനക്കൂട്ടത്തിന്റെ ആഘോഷമാണ് പൂരം. അവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ അതിന്റെ അതിരാവിലെ തുടങ്ങുന്ന ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. കണിമംഗലം ശാസ്താവ് 5 മണിക്ക്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ കണിമംഗലം ദേശത്ത് നിന്ന് യാത്ര തുടങ്ങും. അത് ബൃഹസ്പതിയാണ്. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ദേവഗുരു സാന്നിധ്യമാണ്. ദേവഗുരു എന്നതാണ് സങ്കല്പം. അതുകൊണ്ട് രാവിലെ തന്നെ ദേശത്ത് നിന്ന് ഇറങ്ങി വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വെച്ച് പോകും. വടക്കുംനാഥനെ അദ്ദേഹം വണങ്ങാറില്ല, എന്നാൽ തുല്യരാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ വണങ്ങാറില്ല, ഗുരുവാണ്. അപ്പോൾ അങ്ങനെ ആ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ്. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോരോ ഘടകപൂരങ്ങളായി വടക്കുംനാഥന്റെ വിവിധ ഗോപുര നടകളിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകും. പിന്നീടാണ് നമ്മൾ എസ്കേൻ കാത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലയവിന്യാസമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, തിരുവമ്പാടിയുടെ ബ്രഹ്മസ്വ മഠത്തിലേക്കുള്ള എഴുന്നള്ളത്ത്. അവിടെയാണ് കൊങ്ങാട് മധു എന്ന ലോകാരാധ്യനായ മേളപ്രമാണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം നടക്കുന്നത്. പഞ്ചവാദ്യം, എസ്കേൻ പറയുന്നത്, പഞ്ചവാദ്യം എന്നത് ലോകത്തതിൻ്റെ ഏറ്റവും സമഗ്രമായ സൗന്ദര്യത്തോടെ കാണാൻ കഴിയുന്നത് ഈ ബ്രഹ്മസ്വ മഠത്തിലെ അരയാലിൻ്റെ ചുവട്ടിലാണ്. അവിടെയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നത്. വലിയ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ആ യാത്രയ്ക്കും അവിടുത്തെ മേളത്തിനുമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് പാറമേക്കാവിൻ്റെ യാത്രയാണ്. ചെമ്പട കൊട്ടി ഇറങ്ങി ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞി ചുവട്ടിൽ, അതായത് ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനം എന്നാണ് സങ്കല്പം, ആ ശ്രീമൂലസ്ഥാനത്തെത്തി അവിടെ ഒരു വലിയ മേളം, അതും ലോകത്തെ മറ്റൊരു ലയവിന്യാസം തന്നെയാണ്. പാണ്ടിമേളമാണ് അവിടെ ഇലഞ്ഞിത്തറയിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ ക്ഷേത്രം അതിൽക്കകത്ത് പാണ്ടിമേളം അനുവദിക്കാറില്ല, അല്ലെങ്കിൽ നടക്കാറില്ല. അതൊരു അസുരമേളം, അസുര സ്വഭാവമുള്ള മേളമാണ്. അതുകൊണ്ട് അത് ക്ഷേത്രം അതിൽക്കകത്ത് സാധാരണയില്ല. പക്ഷേ ഇവിടെ തൃശ്ശൂർ പൂരം ഡിസൈൻ ചെയ്തതും നടപ്പിലാക്കിയതും ക്രമപ്പെടുത്തിയതും ഒക്കെ ശക്തൻ തമ്പുരാനാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് അന്ന് തീരുമാനിച്ചു പഞ്ചാരി വേണ്ട, പാണ്ടി മതി എന്ന്. അതുകൊണ്ട് പഞ്ചാരി എന്നത് ക്ഷേത്രത്തിന് പുറത്തും പാണ്ടി അവിടെ ക്ഷേത്രത്തിനകത്തും എന്ന നിലയിലേക്ക് അത് ക്രമപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കിഴക്കൂട്ടനിയന്മാരാർ എന്ന വാദ്യകലാ കുലപതിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളം, അതാണ് പാണ്ടിമേളമാണ് അവിടെ ഇലഞ്ഞിച്ചോട്ടിൽ നടക്കാൻ പോകുന്നത്. എസ് കെ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ആകുമ്പോഴേക്കും ആ നട്ടുച്ചയിലെ പൊരിവെയിലിനെ ഒക്കെ അവഗണിച്ച് ഇതായി പൂരപ്പറമ്പിലേക്ക് ആ സമയം ആകുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകളെത്തും. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് മേളം അവിടെ മുറുകുന്നത്. അത് മഠത്തിൽ വരവിലാണെങ്കിലും ഇലഞ്ഞിച്ചൗട്ടിലെ ഇലഞ്ഞിത്ര മേളത്തിലാണെങ്കിലും ആളുകൾ അങ്ങനെ ചേർന്ന് നിന്ന് ആ മേളം കേൾക്കും. ഇതിനിടയിൽ ആനക്കമ്പക്കാരെ സംബന്ധിച്ച് അവരുടെ അരുമകളായ, അവരുടെ ഓമനകളായ ആനകൾ ഇങ്ങനെ തിടമ്പേറ്റി ഇതിലെ കടന്നു പോകും. തിരുവമ്പാടിയുടെ ചന്ദ്രശേഖരൻ, തിരുവമ്പാടിയുടെ അവരുടെ വികാരമാണ്, ഹരമാണ് ചന്ദ്രശേഖരൻ. പാറമേക്കാവിന് ഗുരുവായൂർ നന്ദൻ എന്ന് പറയുന്ന അവരുടെ അരുമയായ ആനയാണ് ആ തിടമ്പെടുക്കുന്നത്. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നെയ്തലക്കാവ് ക്ഷേത്രത്തിലെ നെയ്തലക്കാവിൻ്റെ എഴുന്നള്ളത്തിന് ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, സാക്ഷാൽ രാമൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ പൂരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ രാമനെ കാണാൻ, നന്ദനെ കാണാൻ, ചന്ദ്രശേഖരനെ കാണാൻ ആനപ്രേമികളാകെ ഇവിടേക്ക് എത്തും. പാമ്പാടി രാജൻ പോലെ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തിന് മറ്റ് എണ്ണം പറഞ്ഞ തലയെടുപ്പുള്ള ഗജശ്രേഷ്ഠന്മാരുണ്ട്. കൊങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം കേൾക്കാൻ മേളക്കമ്പക്കാരുണ്ട്. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള ഇലഞ്ഞിത്തറ മേളം കേൾക്കാൻ മേളക്കമ്പക്കാരുണ്ട്. കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയം കാണാൻ അങ്ങനെ ആ നിറച്ചാർത്തുകൾ സ്നേഹിക്കുന്ന പൂരപ്രേമികളുണ്ട്. രാത്രിയിൽ മാനത്ത് അത്ഭുതങ്ങൾ വിതറുന്ന വെടിക്കെട്ട് കാണാൻ ഇവിടേക്ക് ആളുകളെത്തും. അങ്ങനെ പൂരപ്പറമ്പിൽ എല്ലാം ഉണ്ട്. എസ് കെ മേള
തിടമ്പുണ്ട്, ആനയുണ്ട്, വെടിക്കെട്ടുണ്ട്, കുടമാറ്റമുണ്ട്. അങ്ങനെ കണ്ണിനും കാതിനും മനസ്സിനും നമ്മളുടെ ശരീരത്തിനാകെ സന്തോഷം പകരുന്ന, മനസ്സിനാകെ ഓക്കെ, സന്തോഷം താങ്ക് യു. പകരുന്ന വിജയകുമാറാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. പ്രേക്ഷകർ പറയുന്നത് രോഹിണി മനോജ് പറയുന്നു, പ്രസിദ്ധമായ കൊമ്പന്മാർക്കൊപ്പം മേള നമ്മുടെ 24-ന് രണ്ട് കൊമ്പന്മാരല്ല 5 കൊമ്പന്മാർ അവിടെ അണിനിരന്നിരിക്കുകയാണ്, അവർ പൊളിക്കും. അതുപോലെ KT ശുക്കൂർ പറയുന്നു, അവിടെ തൃശ്ശൂർ പൂരം, ഇവിടെ ഇലക്ഷൻ പൂരം. ലക്ഷദ്വീപിൽ നിന്നാണ് അദ്ദേഹം ഈ സംഭവം അയച്ചിരിക്കുന്നത്. മിനിബാബു പറയുന്നു, ആഷ്മിയും വിജയകുമാറും ഒന്നും പൂരം തുടങ്ങിയിട്ടില്ല, ആവേശം കൈവിടരുത്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആവേശം ആണ് ഞങ്ങളുടെ പൂര ആവേശം, അത് ചോർന്നു പോകരുത്. അതൊരിക്കലുമില്ല. നമ്മുടെ കളികളെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അവസാനം വരെ നിൽക്കും. നമ്മൾ രക്തം കണ്ടേ അടങ്ങുന്നതല്ലേ പറയുന്നത് എന്ന് പറയുന്ന പോലെയാണ്. പൂരത്തിൻ്റെ എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ച് മാത്രമേ ഈ പൂരം സ്പെഷ്യൽ ടെലികാസ്റ്റ് അവസാനിക്കൂ. ഇനി നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ്. അശ്വിൻ പാലാഴി, ഗുഡ് മോർണിംഗ് ആൻഡ് പൂരാശംസകൾ. പറയൂ അശ്വിൻ, അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്? അവിടെ വരാൻ കഴിയാതെ പോയ തൃശ്ശൂർക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ഈ 24 ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അശ്വിൻ മനസ്സിലാക്കുക. വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്തലക്കാവിലമ്മയുടെ മുമ്പിലാണ്. ഇവിടെ നിന്നാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ 8:30 എഴുന്നള്ളുന്നത്. അത് പൂരനഗരിയിലേക്കുള്ള എഴുന്നള്ളത്താണ്. എന്തായാലും ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ നെയ്തലക്കാവിലമ്മയുടെ ഇടംപേറ്റുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. സാക്ഷാൽ രാമനെ കാത്ത് ഇപ്പോൾ തന്നെ ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:30 മാത്രമാണ്, രാമൻ എത്തിയിട്ടില്ല. 8:30 ഇവിടെ നിന്ന് ഇറങ്ങും. വലിയ ആളുകൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്. എറണാകുളം ശിവകുമാർ ഇവിടെ നിന്ന് എഴുന്നള്ളി പൂരനഗരിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിലും ഒരുപക്ഷെ അതിന്റെയൊക്കെ ഇരട്ടിയോളം ആളുകൾ ഇന്ന് രാമനെ അനുഗമിക്കാൻ ഈ എഴുന്നള്ളത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിനുള്ളിൽ രാവിലെ നടക്കേണ്ട ചടങ്ങുകളൊക്കെയുണ്ട്. അങ്ങനെ പൂർണ്ണമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. എപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക? 8:30. മറ്റ് ചടങ്ങുകളെല്ലാം ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഉണ്ട്. തന്ത്രി പൂജ കഴിഞ്ഞു, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നത് രാമന് വേണ്ടിയാണ്. എപ്പോ എത്തും? രാമൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങി പതിങ്ങൾ. അപ്പം ഇവിടെ നിന്ന് അങ്ങ് അമ്പലം വരെ 5 കിലോമീറ്ററോളം ഉണ്ട്. രാമനും അതിനൊപ്പം നടക്കുകയാണ്, അവിടെ നടന്നു പോവാണ്. അതാണ് ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ തുടരുന്നത്. ഒരു 8:15 ആനയിവിടേക്ക് എത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ഇന്നലെ കണ്ടതുപോലെ നടന്നു തന്നെയാണ് അവിടേക്ക് പോകുന്നത്. എന്തായാലും ഈ പൂരപ്രേമികളുടെ ഏറ്റവും ആവേശം എന്ന് പറയുന്നത് ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ്. അത് 2014 മുതൽ ക്ഷേത്ര നട തുറന്ന് പൂരവിളംബരം നടത്തുന്നത് ഏകദേശം 6 വർഷക്കാലം ഈ പൂരവിളംബരം നടത്തിയത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. പക്ഷേ ഇക്കുറി അത് എറണാകുളം ശിവകുമാറിനായിരുന്നു അതിനുള്ള നിയോഗം. എന്തായാലും അതിന് പകരമായി ഇന്ന് നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി രാമൻ ക്ഷേത്ര പൂരനഗരിയിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ ആരവത്തിലേക്ക് പോകും. ഈ പൂരപ്രേമികൾക്ക് അതൊരു വികാരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഏറ്റവും തലപ്പൊക്കമുള്ള ആന ഈ പൂരനഗരിയിൽ അതിന്റെ തിടമ്പേറ്റിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ തിടമ്പിറക്കുന്നതുവരെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ രാമന്. എന്തായാലും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ഈ ആന മത്സരങ്ങളിലൊക്കെ തന്നെ, ആനയെ പങ്കെടുപ്പിക്കുന്ന മത്സരങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്തും പുറകോട്ട് പോകാതെ ഈ ആനപ്രേമികളിൽ ആവേശത്തിന്റെ കൊടുമുടി തീർക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏകഛത്രാധിപതി രാമൻ 1984 ഈ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം രാമനെ വാങ്ങി നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന പേര് നൽകുന്നത്. എന്തായാലും അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാടുള്ള ആനയാണ്. അങ്ങനെ ഈ ഒരു എഴുന്നള്ളിപ്പിന് വേണ്ടി പൂരപ്രേമികളാകെ തന്നെ, ആഗോളതലത്തിലുള്ള പൂരപ്രേമികളാകെ തന്നെ കാത്തിരിക്കുകയാണ്. എന്തായാലും 8:30 തന്നെ ആ എഴുന്നള്ളത്തുണ്ടാകും. SK